വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു വീക്കെൻഡ് വ്ളോഗുമായിട്ടാണ്. നമ്മൾ റാസൽ ഖൈമയിൽ നിന്ന് ദുബായിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതേ ലിതിൻ്റെ ഫ്ലാറ്റിൻ്റെ താഴെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീക്കെൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് വ്യാഴാഴ്ച രാത്രി തൊട്ടാണ്. കാരണം മിക്ക വീക്കെൻഡിലും ഇപ്പോൾ നമ്മൾ വ്യാഴാഴ്ച രാത്രി ലിതിൻ്റെ അവിടത്തേക്ക് പോകും. അപ്പോൾ റാസൽ ഖൈമയിൽ നിന്ന് നമ്മൾ ദുബായിക്ക് ഒരു 9:30-10 മണിയാകുമ്പോൾ ഇവിടുന്ന് ട്രാവൽ സ്റ്റാർട്ട് ചെയ്യും. ഒരു 11 മണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ ലിതിൻ്റെ ഫ്ലാറ്റിൻ്റെ എത്തുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ കുറച്ച് നാളുകളായിട്ടുള്ള നമ്മൾ വീക്കെൻഡൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കിന്ന് പ്രാവശ്യം വഴി തെറ്റുമോ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ലിതിൻ അവിടെ എത്തിയിട്ടില്ല. ലിതിൻ ഡ്യൂട്ടിയിലാണ്. അപ്പം നമുക്ക് ലിതിനെ വെയിറ്റ് ചെയ്യാം. നമ്മൾ റാസൽ ഖൈമയിൽ നിന്ന് വരുമ്പോൾ ഷീബേച്ചി നമുക്ക് ചിക്കൻ റോസ്റ്റൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനാണെങ്കിൽ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് അപ്പം തന്നെ വന്നതുകൊണ്ട് അതെന്താണെന്നൊന്നും അറിയില്ലായിരുന്നു. അപ്പം നോക്കിയിട്ടില്ല ചേച്ചീൻ്റെ കറി എങ്ങനെ ഉണ്ടെന്നുള്ളത്. അപ്പോൾ നമുക്ക് പോയിട്ട് ചേച്ചീൻ്റെ ചിക്കൻ റോസ്റ്റൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അതെ നമ്മളെ ചിക്കൻ റോസ്റ്റ് ഇവിടെ നല്ല ഭദ്രമായിട്ട് പാക്ക് ചെയ്തൊക്കെയാണ് സജിത്ത ഇങ്ങനെ കറക്റ്റായിട്ട് പാക്ക് ചെയ്തൊക്കെ എടുത്തത്. പാക്ക് ചെയ്ത് നമ്മൾ സെയിം പാനിൽ തന്നെ അപ്പാട് എടുത്തിട്ട് വരിക ചെയ്തത്. കാരണം ചൂടൊന്നും മാറി വേറൊരു പാത്രത്തിലേക്ക് ആക്കി ചേഞ്ച് ഒന്നും ചെയ്തില്ല. ഇതാകുമ്പോൾ പെട്ടെന്ന് ഇവിടെ വന്ന് ചൂടാക്കണമെങ്കിൽ നമുക്ക് ചൂടാക്കാൻ ഈസിയാണല്ലോ. അതുകൊണ്ട് നമ്മൾ അതേ പാത്രത്തിൽ എടുത്തിട്ടാണ് വന്നത്. ഇത്ര വൃത്തിക്ക് പാക്ക് ചെയ്യുന്നത് സജിത്താണ്. ഇനി ആരും ഇത് തുറക്കണ്ട എന്നുള്ള രീതിയിലുള്ള പാക്കിംഗ് സജിത്തിന് മാത്രമേ പറ്റുള്ളൂ. അപ്പം നമ്മളെ ചിക്കൻ റോസ്റ്റ് നല്ല അടിപൊളി നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നമുക്കൊരു സ്പൂണൊക്കെ എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സാധാരണ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് ടേസ്റ്റൊക്കെ ചെയ്ത് നോക്കിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരാറ്. പക്ഷേ ഇതിപ്പം അവരെല്ലാം ഞാൻ വരുമ്പോഴേക്കും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനത് കണ്ടില്ല. അപ്പം നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം. നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, സൂപ്പർ. അപ്പോൾ കറി നമ്മൾ ഇവിടുന്ന് കൊണ്ടുവന്നുകൊണ്ട് ഭവൻ്റെ അടുത്ത് കറിയൊന്നും ഉണ്ടാക്കണ്ട പറഞ്ഞിട്ടായിരുന്നു. നമ്മൾ പൊറോട്ട ഇവിടെ ഓൾറെഡി ഓർഡർ ചെയ്തിട്ട് അപ്പോൾ നമുക്ക് പൊറോട്ടയും ചിക്കനും കഴിക്കാം കേട്ടോ. സൈറ്റ് നല്ല ഭംഗിയില്ലേ. അപ്പോൾ ഇതും വരുന്നവരെ നമ്മൾ കുറേ നേരം കുറച്ച് സംസാരിച്ചൊക്കെ ഇങ്ങനെ ഇരുന്നു. പിന്നെയാണെങ്കിൽ അവർ 3 പേരും അവിടെ ഇരിക്കുന്നത് കണ്ടപ്പോൾ നമുക്ക് ആ 3 monkeysനെ ഓർമ്മ വന്നത്. അപ്പോൾ അതുപോലെ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ 3 monkeys കാണിച്ചു തന്നേ ഉള്ളൂ കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ മാമൻ എത്തിയിട്ടുണ്ടായിരുന്നു. മാമൻ എത്തിയ പിന്നെ നേരക്കും മാമൻ മാത്രം മതി. അവിടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് ഞങ്ങൾക്ക് കബാബ് കഴിക്കാനായിട്ട്, ഞങ്ങൾക്കല്ല എനിക്കാണ് പെട്ടെന്ന് അങ്ങനെ ഒരു മോഹം വന്നത്. കബാബ് ടിക്ക ഇല്ലേ, നമ്മൾ ടിക്ക കബാബൊക്കെ കഴിക്കാനായിട്ടൊരു മോഹം. അപ്പോൾ നമ്മൾ താഴെ തന്നെയുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് കബാബിന് ഓർഡർ ചെയ്ത് അവിടെ വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ നമ്മുടെ കബാബൊക്കെ കിട്ടിയിട്ടുണ്ട്. രവധി പാർസലൊക്കെ വാങ്ങി നമ്മൾ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. അപ്പം ഞങ്ങളൊക്കെ വന്നതുകൊണ്ട് ഇന്ന് ലിതിൻ്റെ ഒരു 2 ഫ്രണ്ട്സും കൂടെ വന്നിട്ടുണ്ട്. അവർ ഇവരെ തൊട്ടപ്പുറത്തെ റൂമിലാണ് താമസിക്കുന്നത്. അപ്പം ലിതിൻ ഡ്യൂട്ടിയിൽ വന്ന സമയത്ത് ഇടയ്ക്ക് അവർ ഓഫുള്ള ദിവസം ഭവനിൻ്റെ കൂടെ വന്ന് കമ്പനിയൊക്കെ ഇരിക്കാറുണ്ട്. അവർ പുറത്ത് പോവുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്ന് വന്നപ്പോൾ നമ്മൾ കല്യാണരാമൻ മൂവിയൊക്കെ ഇട്ട് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്ന് ആണ് അവർ പോയത്. അപ്പോൾ അവരെല്ലാം പോയി ഫുഡൊക്കെ കഴിച്ചു. നമ്മൾ ഉറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഇനി നമുക്ക് നാളെ രാവിലെ കാണാം കേട്ടോ. ഗുഡ് മോർണിംഗ് ആയി. നമുക്ക് മീൻ വാങ്ങിക്കാൻ പോകാനുള്ളത്. ഇവിടെല്ലാം കിടന്നുണ്ട്. പുറത്തൊക്കെ പോയി നോക്കാം. പുറത്ത് നല്ല ചൂടുണ്ട് കേട്ടോ. ഗുഡ് മോർണിംഗ് പറഞ്ഞേ. മീൻ വാങ്ങാൻ പോകാൻ ഞാനിൻ്റെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വേറെ എല്ലാവരെയും കുത്തിപ്പിക്കുക. മീൻ വാങ്ങാനുള്ള ലുക്ക് ഇച്ചിരി അധികമായോ? എന്തായാലും ഞാൻ മീൻ വാങ്ങാൻ റെഡി. നമുക്ക് എല്ലാവരെയും കുത്തിപ്പിക്കാം. ഏട്ടാ എണീറ്റ് മീൻ വാങ്ങണ്ടേ? 10 മണി മാർക്കറ്റ് അടച്ചു പോകുന്നാ പറയുന്നത്. എല്ലാവരും എണീറ്റ്. നൈര ഗുഡ് മോർണിംഗ് പറഞ്ഞേ. നൈര ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ലവ് യു. ഓക്കെ കം. നമുക്ക് ഓരോരുത്തർ വിളിച്ചാൽ ബാബിച്ചേ വരി.
ബാബേച്ചി നോക്കി നോക്കി ഗുഡ് മോർണിംഗ് പറ. ഓക്കെ എല്ലാവരും ഇറങ്ങുക. ബാ നമുക്ക് ഡേബദിനെ വിളിക്കാം. ഡേബദിനെ വിളിച്ചോ എന്താ ബാ. മാമനെ ഉണർത്തിയില്ലല്ലോ. മാമനെ ഉണർത്ത് എന്നിട്ട് പോവാം. മാമനെ ഉണർത്ത്. ഇലക്ക് കുലുക്ക് 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 ഉണർത്ത്. നേരം വിളിക്കുമ്പോൾ ഉറക്കല്ല തിനാരക്ക. പക്ഷേ ബാ ഇനി ബാ നമുക്ക് ഡേബദിനെ ഉണർത്താം. ജംപ് ജംപ് റെഡിയാവും. 10 മണിയായി. ഞാൻ മാത്രമേ ഗുഡ് ഗേൾ ഉള്ളൂ, ബാക്കി എല്ലാവരും ബാഡ് ഗേൾസ്. സൈത്തിനുണ്ട് സൈത്തിനുണ്ട് സൈത്തിനുണ്ട്. എനിക്ക് പറ ഇക്കിളിയൊക്കെ പോയി ഇക്കിളിയൊക്കെ പറ്റും. ഓപ്പൺ പറ ഓപ്പൺ പറ ഓപ്പൺ ഓപ്പൺ പറ. അതിൽ മാത്രം തുറക്കപ്പെട്ടു. ആഹാ 10 മണിക്ക് മീൻ വാങ്ങാൻ പോകുന്ന ആൾക്കാർ എണീറ്റ് എണീറ്റ്. ഭയോ ഭയോ ഞാൻ ഗുഡ് ഗേളായി. അല്ല 6 മണിക്ക് എണീറ്റില്ല, ഞാൻ 9:30 ആവുമ്പോൾ എണീറ്റു. ഗുഡ് മോർണിംഗ്. നേരെ അപ്പുറത്ത് തലമ്പുണ്ടാക്കും. വേറെ റെഡി ആക്കും. 10 മണി നമുക്ക് കയറാം. എണീക്കട എണീക്കട എണീക്കട. ചൈത്ത എണീക്കട. നീ വാങ്ങ. അപ്പോൾ ഞങ്ങൾ പോയിട്ട് വരും, പക്ഷെ നിങ്ങൾ എണീക്കണം. അളയനോട് എണീറ്റിട്ടുണ്ട്. കറിയും പുട്ടൊക്കെ ഉണ്ടാക്കി തരും എന്നൊക്കെ പറഞ്ഞ ആൾക്കാരൊക്കെ ഇവിടെ. ഡേ ഞങ്ങൾ പോയി വരുമ്പോഴേക്കും ചിക്കൻ കറിയും പുട്ട് റെഡി ഇല്ലെങ്കിൽ നിന്റെ പാർട്ട്ണറെ ഞാൻ ഉണർത്തിയിട്ടുണ്ട് സൈത്തന്നെ. എല്ലാവരും എണീറ്റ് ഇനി നമുക്ക് ഫിഷ് മാർക്കറ്റ് പോയിരിക്കണം. വാങ്ങിക്കാൻ പോവാം. ബൈ പറയാൻ വന്നതാ. ബായ് പറയാൻ വന്നതാ. ബായ് പറയാൻ വന്നതാ. കണ്ണു ബായ് പറയാൻ വന്നതാ. പിടിച്ചോ പിടിച്ചോ അഞ്ചോ. നൈറോബിക്ക് ഇന്ന് കുഴപ്പമൊന്നുമില്ല അല്ലേ? ചില സമയത്ത് എങ്ങനെ പൊയ്ക്കോന്നുള്ള രീതിയിലാണ്. ഇപ്പൊ നമ്മള് മീൻ വാങ്ങിക്കാൻ പോവാ. വെളിച്ചപ്പിൻ്റെ നമുക്ക് മീനൊക്കെ വാങ്ങിച്ചിട്ട് തിരിച്ചു കരിക്കൊല്ലു വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ദേറ ഫിഷ് മാർക്കറ്റിൻ്റെ പാർക്കിംഗ്. അപ്പോൾ ഇവിടെ പാർക്കിംഗ് ഫസ്റ്റ് 1 അവർ ഫ്രീ ആണ്. അത് കഴിഞ്ഞിട്ട് 1 അവറിൽ കൂടുതലാവുമ്പം പെയ്ഡ് പാർക്കിംഗ് ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് 1 അവർ കൂടുതൽ എന്തായാലും അവിടെ നിന്ന് ഫിഷ് വാങ്ങിക്കാനൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് നമുക്കെന്തായാലും ഉള്ളിലോട്ട് പോയി നോക്കാം. അപ്പോൾ ഇവരെന്നെ ഞാൻ ഫിഷ് വാങ്ങാൻ വേണ്ടി ഓവർ മേക്കപ്പ് ചെയ്തും പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരിക്കുക. അപ്പം നമ്മൾ കുറേ മൂവീസ്, മലയാളം മൂവീസിലൊക്കെ ഈ ഫിഷ് മാർക്കറ്റ് കാണിക്കുന്നുണ്ട്. നമ്മൾ കാന്തോന്നി ഫിലിമിലൊക്കെ നമ്മുടെ ദേറ ഫിഷ് മാർക്കറ്റാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കത് ഓർമ്മ ഉണ്ടാവുമോ നോക്കാം. അപ്പോൾ എന്തായാലും ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ ദേറ ഫിഷ് മാർക്കറ്റിൽ വരുന്നത്. കാരണം നമ്മൾ റാസൽ ഗൈമ ആയതുകൊണ്ട് ദുബായ് വന്ന് മീൻ വാങ്ങിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇപ്പം ഇതിനൊക്കെ അവിടെ ഉള്ളതുകൊണ്ടാണ് നമ്മളിപ്പം ഇവിടുന്ന് വന്നിട്ട് ഇവിടുന്ന് ഫിഷൊക്കെ വാങ്ങിക്കാൻ വേണ്ടി വന്നത്. അപ്പോൾ ഇത് ഇഷ്ടംപോലെ മീനുകളുണ്ട്. എല്ലാത്തിൻ്റെ പേരൊന്നും നമുക്കറിയില്ല. നല്ല കണ്ടു പരിചയമുള്ള കുറേ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കുറേ മീനുകളുണ്ട്. എല്ലാത്തിനും അവർ അടുക്കി വെച്ചത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. നമ്മൾ ഇങ്ങനെ മാർജിൻ ഫ്രീ മാർക്കറ്റിൽ പോയ അതേ അവസ്ഥയാണ്. നല്ല ഭംഗിയുള്ള നല്ല കാണുമ്പോൾ നമുക്ക് മീൻ വാങ്ങിക്കാൻ തോന്നും. അത്രയ്ക്ക് നീറ്റായിട്ട് നല്ല മത്തിയൊക്കെ നോക്കി ഇങ്ങനെ അടുക്കി നല്ല അത് ഒരു പ്രത്യേക കല തന്നെയാണെന്ന് പറയണം കേട്ടോ. അവർ ഇത്രയും നീറ്റാക്കി അടുക്കി വെക്കുന്നത്. ഇതിപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ഭംഗി അറിയുന്നുണ്ടോയെന്ന് അറിയില്ല. നമ്മളിങ്ങനെ നേരിട്ട് നോക്കുമ്പോൾ നല്ല രസം തോന്നും നമുക്ക് അവരെ മീനൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചത് കാണാനായിട്ട് തന്നെ. അപ്പോൾ നമ്മൾ കുറേ
മീനുകളൊക്കെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇന്ന് ഫിഷ് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി മീൻ വാങ്ങിക്കാനാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പം അവിടുന്ന് ചേട്ടന്മാരാണെങ്കിൽ ഞണ്ടും ചെമ്മീനും അങ്ങനെ കുറേ മീനൊക്കെ എടുത്ത് കാണിക്കുകയും ജീവനോട് ഇങ്ങനെ പിടച്ചുകൊണ്ട് നിൽക്കുന്ന മീനൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട്. എനിക്ക് പിന്നെ കുറേ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത പീസുകളുണ്ട്. അപ്പോൾ നമ്മൾ കിങ് ഫിഷിൻ്റെ ബിരിയാണി ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പോൾ അത് വാങ്ങിക്കാനാണ് നമ്മൾ വന്നത്. അപ്പോൾ നമ്മൾ അതൊക്കെ വാങ്ങിച്ചു. അത് കഴിഞ്ഞപ്പോൾ നോക്കുമ്പോൾ അതോടെ സൈഡിലിങ്ങനെ ജീവനുള്ള മീനുകൾ അവർ അക്വേറിയത്തിൽ ഇതുപോലെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അവർ പറയുമ്പോൾ അത് പിടിച്ചു തരും. അപ്പോൾ നമ്മളെന്തായാലും അങ്ങനത്തെ മീനൊന്നും വാങ്ങിച്ചില്ല. ജസ്റ്റ് കിങ് ഫിഷാണ് വാങ്ങിച്ചത്. അത് വാങ്ങിച്ചു. പിന്നെ കുറച്ച് മത്തി വാങ്ങിച്ചു. പിന്നെ നമ്മൾ അതിലേക്ക് ഇങ്ങനെ അക്വേറിയം എല്ലാ മീനുകളും ഇങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് കണ്ടു. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. ജീവനോടെ ഇത്രയും നല്ല വലിയ ക്രാബ് അല്ലെ ലോബ്സ്റ്റർ അതെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. ഇത്രയും വലിയ ഞണ്ടിനെയും ചെമ്മീനെയും അതുപോലെ ലോബ്സ്റ്ററിനെയും ഒക്കെ കാണുമ്പോൾ വിചാരിക്കുക ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ ഒറ്റ സെർവിങ്ങിൽ ഇതാക്കിയാൽ നമുക്ക് എങ്ങനെ അത് കഴിക്കാൻ പറ്റുമെന്ന് നോക്കുക. പക്ഷെ അത് കണ്ടോ ഈ ഞണ്ടൊക്കെ നോക്കി എന്ത് വലുതാന്ന്. മുമ്പിൽ നമ്മൾ ഫിഷ് മാർക്കറ്റിൽ വന്ന കാര്യം പറഞ്ഞിട്ടില്ലെങ്കിൽ ഈ വീഡിയോ കാണുമ്പോൾ നമ്മൾ ഏതോ അക്വേറിയം കാണാൻ പോയ ആ ഒരു അങ്ങനെ വിചാരിക്കുള്ളൂ ഈ പിക്ചേഴ്സ് ഈ വീഡിയോസൊക്കെ കാണുമ്പോൾ. ഇത് കഴിഞ്ഞിട്ട് നല്ല കളർഫുള്ളായിട്ടുള്ള നല്ല ഭംഗിയുള്ള മീനുകളും അവിടുത്തെ അക്വേറിയത്തിലുണ്ടായിരുന്നു. അപ്പോൾ അതും കുറച്ച് നേരം നമ്മൾ അതിൻ്റെ കൂടെ നിന്ന് അവിടുന്ന് കുറച്ച് കളിക്കുകയൊക്കെ ചെയ്തിട്ട് പിന്നെ നമ്മൾ വീട്ടിലേക്ക് തിരിച്ച് വരുവാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് നമുക്ക് ഒരു 15 മിനിറ്റേ ഉള്ളൂ ഫിഷ് മാർക്കറ്റിലേക്ക്. അപ്പോൾ നമുക്ക് അവിടുന്ന് പെട്ടെന്ന് തന്നെ നമ്മൾ എയർപോർട്ടിൻ്റെ അടുത്തൂടെയാണ് നമ്മളെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത്. വെച്ചാൽ ഇതിൻ്റെ ഫ്ലാറ്റിലേക്ക് തിരിച്ചു പോകുന്നത്. നമ്മൾ ഫ്ലാറ്റിലെത്തിയപ്പോൾ നമ്മൾ വാങ്ങിക്കാൻ കുറച്ച് സാധനങ്ങൾ മറന്നുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ വാങ്ങിച്ചിട്ട് വേട്ടം വന്നു. ഞങ്ങൾക്ക് 3 പേർക്കുണ്ടല്ലോ, നിങ്ങൾക്കൊന്നും ഇല്ലല്ലോ. ബാബേച്ചിക്ക് വാങ്ങിയില്ലല്ലോ. ഒരു ബൈറ്റ് തരണേ നേരാ. ഫിനിഷ്. അയ്യോ ബെഡിലാക്കല്ലേ ഒരു ബൈറ്റ് തരുമോ? താങ്കോ. അപ്പോൾ ഇതേ നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ ഫിഷ് വാങ്ങിച്ചത്. അപ്പോൾ അത് ഇതേ സജിത്ത് നല്ല വൃത്തിക്ക് ക്ലീൻ ചെയ്യുന്നുണ്ട്. ഫിഷ് ക്ലീൻ ചെയ്യാൻ സജിത്ത് നല്ല മിടുക്കനാണ്. അപ്പോൾ ഇതേ നല്ല നീറ്റായിട്ട് നമ്മൾ ഫിഷൊക്കെ ക്ലീൻ ചെയ്ത് അതിൽ മാരിനേഷനൊക്കെ സജിത്ത് ചെയ്യും. ഫിഷ് കുറച്ച് വലിയ പീസാണ്. എനിക്ക് തോന്നി കുറച്ചുകൂടി ചെറിയ പീസ് നോക്കിയെടുത്താൽ മതിയായിരുന്നു എന്ന്. പിന്നെ അപ്പോഴേക്ക് ഞങ്ങൾ വരുമ്പോഴേക്ക് ചിക്കനും പുട്ടും ഒക്കെ ഇവർ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഒറ്റയ്ക്ക് നമ്മളെ കൂട്ടാണ്ട് കള്ളികൾ ഫുഡ് കഴിക്കുന്നു. എന്താ വട്ടന്മാരാണ് അകത്ത് കൊട തുറന്നിരിക്കുന്ന വട്ടന്മാർ. നൈരനെ കണ്ടുപിടിക്ക്. അതിനെ വേഗം കണ്ടുപിടിച്ചോ. അതിനെ വേഗം നോക്കി കുറച്ച് നേരമായി. അങ്ങനെയല്ല ഇവിടെ അപ്പോൾ കുറച്ച് നേരത്തെ ഭാവന ഇനാരയും നൈരയും എല്ലാം കൂടെ ഇങ്ങനെ ആന കളിക്കുകയും ഒളിച്ച് കളിക്കുകയൊക്കെ ചെയ്തു. അപ്പോഴേക്കും ഞാനത് നമ്മളെ ഫിഷൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ മത്തിയാണ് ഫ്രൈ ചെയ്യാനെടുത്തത്. നമ്മളെല്ലാം മാരിനേറ്റ് ചെയ്ത് ഫിഷ് എല്ലാം കൂടെ ഫ്രിഡ്ജിൽ കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് നേരം ഇരുന്ന് നല്ല മസാലയൊക്കെ നല്ലോണം പിടിച്ചപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് ഫ്രൈ ചെയ്യാനെടുത്തു. ഫിഷ് ബിരിയാണിക്കുള്ള മീനും ഫ്രൈ ചെയ്യണം. അതുപോലെ നമ്മൾ കുറച്ച് മീനിൻ്റെ മുട്ടയും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഫ്രൈ ചെയ്യണം. പിന്നെ ഈ മത്തിയും കൂടെ. അപ്പോൾ അതെ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് രേവതി അവിടുന്ന് മസാലയ്ക്കുള്ള സവോളയൊക്കെ കട്ട് ചെയ്യുന്നുണ്ട്. അല്ല ബാക്കിയുള്ളവരൊക്കെ ആക്ച്വലി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമൊക്കെ കഴിഞ്ഞ് ബ്രഞ്ചാണ്. ഇപ്പം ഒരു 12 മണി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുട്ടും ചിക്കനൊക്കെ അവർ കഴിക്കുന്നു. അപ്പോൾ നമ്മളിത് മസാലേൻ്റെ സവോളയൊക്കെ കട്ട് ചെയ്ത് സെറ്റാക്കുന്നതാണ്. അപ്പോൾ ഇതേ നമ്മുടെ ഫിഷൊക്കെ ഫ്രൈ ചെയ്തിട്ടുണ്ട്. മീൻ മുട്ട ഫ്രൈ ആയി. നമ്മുടെ ഫിഷിൻ്റെ മസാല ഇവിടെ സെറ്റായിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ല സവാളയൊക്കെ നല്ല വഴണ്ടി വരുന്നുണ്ട്.
അപ്പോൾ അതെ റൈസ് നന്നായിട്ട് കുക്ക് ചെയ്ത് നല്ല പ്രത്യേക രീതിയിൽ തിളച്ച് വരുന്നില്ലേ, മസാലയൊക്കെ സെറ്റാണ്. ഇനി നമുക്കിതൊന്ന് ദമ്മിടണം. ഈ മുട്ട ഇടയ്ക്ക് നമ്മളെല്ലാവരും അവിടെ നിന്നൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ റൈസും കൂടെ ഒന്ന് കുക്കായതിന് ശേഷം നമുക്ക് ദമ്മിട്ടിട്ട് ബിരിയാണി അവിടെ സെറ്റാക്കാം. സൈഡിലൂടെ ഭാവന വിടുന്നത് അതിൻ്റെ സൈഡ് ഡിഷായിട്ട് ചട്നി ശരിയാക്കുന്നുണ്ട്. അതിന് ഹെൽപ്പ് ചെയ്യുന്നത് നമുക്ക് കുറച്ചേറെ ഇരുന്ന് കഥയൊക്കെ പറയാം. അപ്പോഴേക്കും നമ്മൾ ബിരിയാണിയൊക്കെ ഒന്ന് സെറ്റാവും. അപ്പോൾ ബിരിയാണി സെറ്റായതിന് ശേഷം നമ്മൾ അപ്പോൾ ആ ഗ്യാപ്പിൽ കുറച്ച് ദമ്മൊക്കെ ഇടുന്ന ഗ്യാപ്പിൽ എല്ലാവരും ഇരുന്ന് കുറച്ച് കഥയൊക്കെ പറഞ്ഞു, കുറച്ച് ഫോണൊക്കെ കളിച്ചു. അത് ഇവിടെ കുറച്ച് നേരം ഡാൻസും പാട്ടൊക്കെ പാടി അങ്ങനെ കുറച്ച് നേരം നമ്മളൊന്ന് ചില്ലായി. അപ്പോഴേക്കും നമ്മൾ ബിരിയാണിയൊക്കെ ഏകദേശം ദമ്മൊക്കെ പൊട്ടിച്ചു, അത് സെർവ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ നമ്മളെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഫിഷ് സെപ്പറേറ്റ് ആയിട്ട് മാറ്റിയെടുത്തു. അപ്പോൾ ദം പൊട്ടിക്കുന്ന വീഡിയോ എടുക്കാൻ ഞാൻ വിട്ടുപോയി. അപ്പോൾ മസാല സെപ്പറേറ്റ് ആക്കി കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ റൈസ് നിങ്ങൾക്ക് സെർവ് ചെയ്യാണ്. അത് കഴിഞ്ഞ് ബിരിയാണിയൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് ഐസ്ക്രീമും അതുപോലെ നേന്ത്രപ്പഴം നെയ്യിൽ വാട്ടിയിട്ട് ഐസ്ക്രീമിനകത്ത് ഇട്ടിട്ട് ഭാവന അതും കൂടെ സെർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതായിരുന്നു നമ്മളെ ഫിഷ് ബിരിയാണി. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം എല്ലാവരും കിടന്നു ഉറങ്ങി. അപ്പോൾ ഇനി നമുക്ക് എല്ലാവർക്കും ഒന്ന് ഉറങ്ങിയിട്ട് വരാം. അതിന് ശേഷം നമുക്ക് വൈകിട്ട് കുറച്ച് ചായയൊക്കെ കുടിക്കുകയൊക്കെ ചെയ്യണം. അപ്പോൾ എല്ലാവരും ഉറക്കണീറ്റ് റെഡിയായി കുളിയൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് പുറത്തൊക്കെ പോയി ഒരു ചായയൊക്കെ കുടിച്ചിട്ട് ഇതാണ് നമ്മുടെ മെയിൻ താരം. പോയാ ഡോറിലൊക്കെ കീ എടുത്തോ? ജ്യൂസ് പറഞ്ഞോ, ഏത് ജ്യൂസാ? വാട്ടർമെലൺ പറയും. ചെറിയൊരു വീക്കെൻഡ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.